നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയും ചില മനുഷ്യരുണ്ട്. യാതൊരു പ്രതീക്ഷകളുമില്ലാതെ, സ്വപ്നങ്ങളില്ലാതെ, മാറുന്ന ലോകത്തെക്കുറിച്ച് ധാരണകളില്ലാതെ ജീവിക്കുന്നവർ. മനുഷ്യരെന്ന പരിഗണന പോലുമില്ലാതെ കഴിയുന്നവർക്കിടയിലേക്ക് അല്പനേരം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇത് ജാർഖണ്ഡിലെ ജംതാര ജില്ലയിലെ പച്മോരിയ. പതിറ്റാണ്ടുകളായി ദാരിദ്ര്യത്തിൻ്റെ നോവുകൾ പേറുന്ന ഗ്രാമം. നമ്മുടെ മക്കളെല്ലാം നല്ല ഉടുപ്പുകളിട്ട് വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ അതിനുള്ള സൗഭാഗ്യം ലഭിക്കാത്ത കുരുന്നുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പട്ടിണി മാറ്റാനായി പണിക്ക് പോകേണ്ടി വരുന്ന മക്കൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളും നമ്മുടെ മക്കളും എത്ര സൗഭാഗ്യവാന്മാരാണ്. 2019 ET മുഹമ്മദ് ബഷീർ MPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായാണ് പച്മോരിയയിൽ എത്തിയത്. അക്ഷരാഭ്യാസമില്ലാത്ത, പുറം ലോകവുമായി ബന്ധങ്ങളില്ലാത്ത, തീർത്തും ദരിദ്രമായ ഒരു ഗ്രാമം. കൂലിവേലയെടുത്തും ചെറിയ കൃഷികൾ ചെയ്തും ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ. ഇവിടെയാണ് 2019 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റിയുടെ ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന ലാഡർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഫഹദ് പബ്ലിക് സ്കൂൾ എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിന് ശിലയിടുന്നത്. വടക്കേ ഇന്ത്യയിലെ ജനങ്ങളുടെ കഷ്ടപ്പാട് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. നല്ല ഭക്ഷണമില്ല, സ്കൂളിൽ പോകാറുള്ള കുട്ടികൾ, വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ, താമസിക്കുന്ന വീടാകട്ടെ വെച്ച് കെട്ടി ഏതെങ്കിലും കൂര ഒരു കാറ്റത്ത് പാറിപ്പോകുന്ന സ്വഭാവത്തിലുള്ളത്, അതിന് താഴെ വെയിലും മഴയും മഞ്ഞും ഒക്കെ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ. അപ്പോൾ അവരുടെ ഇടയിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ടാണ് ഈ ഫൗണ്ടേഷൻ, നമ്മൾ ലാഡർ ഫൗണ്ടേഷൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ അവിടെയൊക്കെ പോയി അവർക്ക് തണുപ്പ് കാലത്ത് വാം ക്ലോത്തിങ് കൊടുക്കാനും, കമ്പിളികൾ വിതരണം ചെയ്യാനും, സ്കൂളുകൾ ആരംഭിക്കാനും, പള്ളി ആരംഭിക്കാനും, കുടിവെള്ളങ്ങൾ തുടങ്ങാനും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ലാഡർ ഫൗണ്ടേഷൻ സാധിച്ചു. വർഷങ്ങൾക്കിപ്പുറം ഈ സ്കൂൾ പച്മോരിയ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. ഏറ്റവും മികച്ച ക്ലാസ് മുറികളും യൂണിഫോമും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി സ്വന്തം മക്കളെ പോലെയാണ് ഈ കുട്ടികളെയും ലാഡർ ഫൗണ്ടേഷൻ പരിപാലിക്കുന്നത്. ഈ കുട്ടികളെ നോക്കൂ, എത്ര സന്തോഷത്തോടെയാണ് അവർ പഠനം നടത്തുന്നത്. ഇത് ജാർഖണ്ഡിലെ ബഗാഡിയയിൽ നിന്നുള്ള കാഴ്ചയാണ്. ബഗാഡിയയിലെ ബാഫക്കി പബ്ലിക് സ്കൂൾ പച്മോരിയ നൽകിയ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ ലാഡർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സ്കൂൾ ഏറ്റെടുത്തത്. ജമ്മുവിലും കർണാടകയിലെ ഗുൽബർഗയിലും രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ലാഡർ ഫൗണ്ടേഷൻ ലേണിംഗ് സെന്ററുകൾ തുടങ്ങി. വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം കടന്നു വന്നതോടെ ഈ പ്രദേശങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ബഹുമാന്യ ബഷീർ സാഹിബിൻ്റെയും അതുപോലെ തന്നെ സഹപ്രവർത്തകന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ജാർഖണ്ഡ്, അതുപോലെ തന്നെ പഞ്ചാബ്, അതുപോലെ തന്നെ UP, ആസാം, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും എടുത്തു പറയേണ്ട കാര്യമില്ല, ഈ പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും അതിൻ്റേതായ രീതിയിൽ പാർട്ടി നടത്തിപ്പോരുന്ന, പൊളിറ്റിക്കൽ വർക്കിൻ്റെ കൂടെ തന്നെ നടത്തിപ്പോരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അതിദരിദ്ര ഗ്രാമങ്ങളിലെ ആരോഗ്യവും ഭക്ഷ്യസുരക്ഷയും ലാഡർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യമാണ്. ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളോ ആശുപത്രികളോ ഇല്ലാത്ത ഗ്രാമങ്ങളിൽ ലാഡർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ആരോഗ്യ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുക്കാറുള്ളത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്താൻ 100 കിലോമീറ്റർ എങ്കിലും സഞ്ചരിക്കണം. ചെറിയ രോഗങ്ങൾക്ക് പോലും ആവശ്യത്തിന് ചികിത്സ കിട്ടാതെ വേദന തിന്നു കഴിയുന്ന നിരവധി സ്ത്രീകളും കുട്ടികളും വൃദ്ധരും
ഈ ക്യാമ്പുകളിലെ സ്ഥിരം കാഴ്ചയാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളും മരുന്നുകളും സൗജന്യമായി നൽകുന്നു. हमार मतीजन भी ना है क्या, तो बहुत बढ़िया इलाज भी रहा है, केरल से आयल है, गरीब लोग के इलाज करी बढ़िया, बहुत अच्छा भी गया, बहुत दूर जेल हवे. അന്തി ഉറങ്ങാൻ ഒരു അഭയ കേന്ദ്രമില്ലാതെ അലയുന്ന 10,000-കണക്കിന് പേർ ഇന്ത്യയിലെ മഹാനഗരങ്ങളിലുണ്ട്. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കൈനീട്ടേണ്ട ഗതികേടിലാണ് ചേരികളിൽ പാർക്കുന്ന മനുഷ്യർ. ഇന്ത്യയിലെ വൻ നഗരങ്ങളിലെ ചേരികളിൽ ഈ നൂറ്റാണ്ടിലും മനുഷ്യർ എത്ര ദയനീയമായാണ് ജീവിക്കുന്നത്. ഈ പാവങ്ങൾക്ക് സൗജന്യ ഭക്ഷണം നൽകുകയെന്നത് ലാഡർ ഫൗണ്ടേഷന്റെ പദ്ധതികളിൽ ഒന്നാണ്. ശുദ്ധജലത്തിന് പ്രയാസപ്പെടുന്ന ഗ്രാമങ്ങളിൽ കുഴൽ കിണറുകൾ, തണുപ്പ് കാലത്ത് കമ്പിളി വിതരണം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, വിദ്യാർത്ഥികൾക്ക് പരിശീലനങ്ങൾ, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ, തൊഴിൽ പരിശീലന പദ്ധതികൾ, സർക്കാർ രേഖകൾ ശരിയാക്കുന്ന ക്യാമ്പുകൾ തുടങ്ങി വിപുലമായ പദ്ധതികളാണ് ലാഡർ ഫൗണ്ടേഷൻ നടപ്പാക്കി വരുന്നത്. ഉത്തരേന്ത്യൻ സമൂഹത്തിൽ ഇപ്പോഴും വിദ്യാഭ്യാസമില്ലായ്മയുടെ എല്ലാ തിക്തഫലങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലാഡർ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ അതിപ്പോൾ സജീവമായി നടക്കുകയാണ്. അത് ജാർഖണ്ഡിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്, യു പിയിലുണ്ട്, കർണാടക, ആസാം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ അതീവ റിമോട്ട് ഏരിയകളിലാണ് അത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, എന്നതുപോലെ തന്നെ അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലാഡർ ഫൗണ്ടേഷൻ ശ്രദ്ധ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. ശോഭനമായ ഒരു ഭൂതകാലത്തിന്റെ പിന്മുറക്കാരാണ് നാം. താജ്മഹലും ചെങ്കോട്ടയും കുത്തബ് മിനാറുമെല്ലാം അതിൻ്റെ സാക്ഷ്യങ്ങളാണ്. ആ മഹത്തായ പൈതൃകത്തിന്റെ പിന്മുറക്കാർ ഈ നൂറ്റാണ്ടിലും ഇരുട്ടിൽ കഴിയുമ്പോൾ അവരെ വിദ്യയുടെ വെളിച്ചത്തിലേക്ക് വഴി നടത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. മത ഭൗതിക വിദ്യാഭ്യാസം നേടി പൗരബോധമുള്ള തലമുറയായി അവർ വളർന്നു വരട്ടെ. ജാർഖണ്ഡ്, കൊൽക്കത്ത, മുർഷിദാബാദ്, ഡൽഹി, ഗുൽബർഗ, ജമ്മു, ഹരിയാനയിലെ മേവാത്ത്, ബീഹാറിലെ കിഷൻഗഞ്ച്, യു പിയിലെ മുസഫർ നഗർ, ആസാം തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലാഡർ ഫൗണ്ടേഷന്റെ വിവിധ പ്രവർത്തന പദ്ധതികൾ നടന്നു വരികയാണ്. 1000-ഓളം കുട്ടികളാണ് ലാഡർ ഫൗണ്ടേഷന് കീഴിൽ വിദ്യയുടെ വെളിച്ചം നുകരുന്നത്. സമീപ ഭാവിയിൽ തന്നെ രാജ്യത്തെ അതിദരിദ്രമായ 100 ഗ്രാമങ്ങളെങ്കിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഗ്രാമജ്യോതി കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് ഇന്ത്യയിലെ അതിദരിദ്ര പിന്നാക്ക ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ പരിശീലന പ്രവർത്തനങ്ങളിലൂടെയും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലൂടെയും സമഗ്രമായ സാമൂഹിക ശാക്തീകരണത്തിലേക്ക് പിന്നാക്ക വിഭാഗങ്ങളെ വഴി നടത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ വിദ്യാഭ്യാസം അവർക്ക് നൽകിക്കൊണ്ട് ആ ഗ്രാമങ്ങളെ സംസ്കാര സമ്പന്നമായൊരു ഗ്രാമങ്ങളാക്കി മാറ്റുവാൻ അവർക്കിടയിലും ഇപ്പോൾ നമ്മുടെ ഇവിടെ ജീവിക്കുന്നത് പോലെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും കരസ്ഥമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമാക്കി അവരെ മാറ്റുന്നതിന് വേണ്ടി സംസ്കാര സമ്പന്നമായ ഒരു ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ലാഡർ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെല്ലാവരുടെയും സഹകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ ആ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തീർച്ചയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന ലാഡർ ഫൗണ്ടേഷൻ ഏറ്റെടുക്കുന്ന ഗ്രാമങ്ങൾ പാർട്ടിയുടെ രാഷ്ട്രീയ ദിശയിലൂടെ സഞ്ചരിക്കുന്ന നാടുകളായി മാറും.
ഈ കുട്ടികൾ നമ്മുടെ പ്രതീക്ഷയാണ്. നാം പ്രയാണം തുടരുകയാണ്. ഈ യാത്രയിൽ നമുക്കൊരുമിച്ച് വലിയ ദൂരങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്.